ഹലോ, ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച സ്റ്റൂവിൻ്റെ കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു റെസിപ്പി എനിക്ക് എൻ്റെ അനിയത്തി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയിട്ട് അയച്ചത്. അപ്പോൾ എന്നോട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് അപ്പത്തിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ കരുതി അത് നിങ്ങൾക്കും വീഡിയോ എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മുട്ട സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് നടുകെ കീറിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തതാണ് വേണ്ടത്. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്ന് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് എന്നിവ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളകുണ്ടല്ലോ, അതും ചേർത്തൊന്ന് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി നല്ല പോലെ ഒന്ന് അത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നല്ലപോലെ തിളച്ച് വരുന്നത്. ഈ സമയത്ത് വേണം നമുക്ക് മുട്ട ഒന്ന് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ മഞ്ഞക്കരി പൊട്ടാതെ വേണം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാൻ. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 4 മുട്ടക്ക് കണക്കായിട്ടുള്ള സവാളയും പച്ചമുളകും ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ മുട്ട വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ മുട്ടയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലും ഒഴിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടുതലിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, അപ്പം മുട്ടയൊക്കെ പൊടിഞ്ഞു പോകും. ജസ്റ്റ് ആ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആ തേങ്ങാപ്പാൽ ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അധികം തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കറിയൊക്കെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ല ചൂടുള്ള അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.